പ്ലസ് വണ്ണിലെ കൈനമാറ്റിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ സമ്മറിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും 10 ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 മുതൽ 10 വരെയുള്ള ടോപ്പിക്സ്. അപ്പോൾ ഓരോ ടോപ്പിക്സും എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയൊക്കെ നമുക്ക് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ ടോപ്പിക് ഇങ്ങനെയാണ്: വെക്ടേഴ്സ്. ക്വാണ്ടിറ്റികളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: സ്കെയിലാർ ക്വാണ്ടിറ്റികളെന്നും വെക്ടർ ക്വാണ്ടിറ്റികളെന്നും. വെക്ടർ ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ ഡയറക്ഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ അത് ലോസ് ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നവരുകൂടിയാണ്. ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ലൈൻ സെഗ്മെന്റ് വിത്ത് ആൻ ആരോ ഹെഡ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ആ ആരോ ഹെഡ് അതിന്റെ ഡയറക്ഷനെയും ആ ലെങ്ത് എന്ന് പറയുന്നത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയും റെപ്രസെന്റ് ചെയ്യും. ഉദാഹരണത്തിന് 5 ന്യൂട്ടൺ ഫോഴ്സ് ആക്ടിംഗ് ടുവേർഡ്സ് റൈറ്റ് എന്ന് നമ്മൾ പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 5 ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു എന്ന് പറയാൻ കേട്ടോ. ഇങ്ങനെ നമുക്കൊരു വെക്ടർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെയും ആരോ ഹെഡ് ഡയറക്ഷനെയും സൂചിപ്പിക്കും. ഇനി നമുക്ക് വെക്ടേഴ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. യൂണിറ്റ് വെക്ടർ, മാഗ്നിറ്റ്യൂഡ് 1 ആയ വെക്ടറിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുക. സീറോ വെക്ടർ, മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്ടേഴ്സിനെ നമ്മൾ സീറോ വെക്ടർ എന്ന് പറയും. സീറോ വെക്ടറിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി വെക്ടർ. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി 0 ആണ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ഒരു സീറോ വെക്ടർ ആയിരിക്കും. അതുമല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ ആക്സിലറേഷൻ വെക്ടർ. യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പൊ ആക്സിലറേഷൻ വെക്ടർ ഓഫ് യൂണിഫോംലി മൂവിംഗ് ഓബ്ജെക്ട് എന്തിന് എക്സാമ്പിൾ ആണ്? സീറോ വെക്ടറിന് എക്സാമ്പിൾ ആണ്. ഇനി വീണ്ടും നമ്മൾ പല ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈക്വൽ വെക്ടേഴ്സ്, പാരലൽ വെക്ടേഴ്സ്, ഓപ്പോസിറ്റ് വെക്ടേഴ്സ്, നെഗറ്റീവ് വെക്ടേഴ്സ്, കോലീനിയർ വെക്ടർ, കോപ്ലനാർ വെക്ടർ, കോഇനിഷ്യൽ വെക്ടർ, കോടെർമിനസ് വെക്ടർ. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനൊരു ലൈൻ സെഗ്മെന്റ് വിത്ത് ആൻ ആരോ ഹെഡ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ആരോ ഹെഡ് അതിന്റെ ഡയറക്ഷനെയും അതിന്റെ ലെങ്ത് മാഗ്നിറ്റ്യൂഡിനെയും റെപ്രസെന്റ് ചെയ്യും. അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ്. 2 വെക്ടേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? ഈ വെക്ടർ അഡീഷനുമായി ബന്ധപ്പെട്ട് 3 ലോസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ, 2 പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, മൂന്നാമത്തേത് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ ട്രയാങ്കുലർ ലോ പറയുന്നത് നമ്മുടെ ആഡ് ചെയ്യേണ്ട 2 വെക്ടേഴ്സിനെ നമ്മൾ ഒരു ട്രയാങ്കിളിലെ 2 അഡ്ജസന്റ് സൈഡുകളായിട്ട് അറേഞ്ച് ചെയ്താൽ അതിന്റെ മൂന്നാമത്തെ സൈഡ്, തേർഡ് സൈഡ് ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ വിൽ ബി ദ റിസൾട്ടന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പോളിഗൺ ലോ പറയുന്നത് ഇങ്ങനെയാണ്: നമ്പർ ഓഫ് വെക്ടേഴ്സ്, n നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു റെഗുലർ പോളിഗണിന്റെ അഡ്ജസന്റ് സൈഡുകളായി അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ലാസ്റ്റ് അതിനെ ക്ലോസ് ചെയ്യുന്ന ആ സൈഡ് ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുക. നമുക്ക് ഈ 3 ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും അതിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഫോർമുല കൂടി ഡെറൈവ് ചെയ്തെടുക്കണം. പാരലോഗ്രാം ലോ പറയുന്നു 2 വെക്ടേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ 2 പേരെ ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡുകളായി അറേഞ്ച് ചെയ്ത ശേഷം പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ആ കോമൺ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഡയഗണൽ വരച്ചാൽ ആ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുക. നമുക്ക് 2 വെക്ടേഴ്സ് എയും ബിയും ഉണ്ടെന്ന് കരുതുക. അവർക്കിടയിലുള്ള ഇൻക്ലിനേഷൻ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഈ 2 വെക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? പാരലോഗ്രാം റൂൾ അനുസരിച്ച് നോക്കൂ, നമ്മുടെ 2 വെക്ടേഴ്സ് ഇതാണ്. ഒന്ന് വെക്ടർ എ. ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എ ആണ്. അതുപോലെ രണ്ടാമതൊരു വെക്ടർ ഉണ്ട്, വെക്ടർ ബി. ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് ബിയുമാണ്. അങ്ങനെയെങ്കിൽ ഈ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മുടെ വെക്ടർ എ നമ്മൾ ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുക. ഇതിന്റെ ലെങ്ത് എ ആണ്. രണ്ടാമത്തെ വെക്ടർ ഇതാണ് ബി. അതിനെയും നമ്മൾ മാർക്ക് ചെയ്യുക. 2 പേരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ കണ്ടോ, ഇവിടെ നിന്നായിരിക്കണം. കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവർക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ടെന്ന് കരുതുക, തീറ്റയാണ് ആ ഇൻക്ലിനേഷൻ. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നു നിങ്ങൾ ഈ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ കോമൺ പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും. സോ ദിസ് വെക്ടർ വിൽ ബി ദ റിസൾട്ടന്റ്. അപ്പൊ 2 വെക്ടേഴ്സിന്റെ ലെങ്ത് എയും ബിയും അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ഇൻക്ലിനേഷൻ തീറ്റയും ആണെങ്കിൽ ആ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഡയഗണൽ ആണ് എന്ന് പറഞ്ഞു. ആ ഡയഗണലിന്റെ ലെങ്ത് ആയിരിക്കും നമ്മുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. അത് കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പഠിച്ചത് ഇങ്ങനെ: R is equal to root of equation a square plus b square plus 2ab cos theta. അപ്പോൾ ഈ 2 വെക്ടേഴ്സിനിടയിലുള്ള ഇൻക്ലിനേഷൻ തീറ്റ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ റിസൾട്ടന്റിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ പ്രധാനമായി പഠിച്ചു തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയാൽ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ r is equal to root of a square plus b
ബി സ്ക്വയർ ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഇങ്ങനെ, ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് കരുതുക, മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ, എയും ബിയും ഈക്വൽ ആണെന്ന് കരുതുക, ഇൻക്ലിനേഷൻ തീറ്റയുമാണ്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 2a cos θ/2 ആയിരിക്കും. അതേസമയം ഈ രണ്ട് വെക്ടേഴ്സ് a ഈക്വൽ ടു b യുമാണ്, തീറ്റ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രിയുമാണെങ്കിൽ റിസൾട്ടന്റ് r എന്ന് പറയുന്നത് തന്നെയാണ് a തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൂടി നമ്മൾ ഈ പാരലോഗ്രാം ലോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ കൂടി പഠിച്ചിരിക്കണം. r ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos θ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ വെക്ടറിന്റെ റിസൾട്ടന്റിന്റെ ഇൻക്ലിനേഷൻ ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ട്രയാംഗിളിൽ നിന്ന് നമുക്ക് ടാൻ ആൽഫ കണ്ടുപിടിച്ചാൽ മതിയാവും. വെക്ടർ സബ്ട്രാക്ഷൻ. എങ്ങനെയാണ് ഒരു വെക്ടറിൽ നിന്ന് മറ്റൊരു വെക്ടറിനെ നമ്മൾ മൈനസ് ചെയ്യുക? വെക്ടർ അഡിഷൻ നമുക്കറിയാമെങ്കിൽ വെക്ടർ സബ്ട്രാക്ഷൻ വളരെ എളുപ്പമാണ്. കാരണം വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി എന്നാണ്. അപ്പൊ വെക്ടർ എയോടൊപ്പം മൈനസ് ബി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആ ഡിഫറൻസ് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. വെക്ടർ എയിൽ നിന്ന് വെക്ടർ ബി മൈനസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? വെക്ടർ എയോടൊപ്പം മൈനസ് ബി എന്ന് പറയുന്ന വെക്ടറിനെ ആഡ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പാരലോഗ്രാം റൂൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ഇതായിരിക്കും, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി, അവരുടെ മാഗ്നിറ്റ്യൂഡുകളാണ് എയും ബിയും, അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയും ആണെങ്കിൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റിന്റെ വാല്യൂ ഇതാണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ ആയിരിക്കും. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? സാധാരണ നമ്പേഴ്സിനെ അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റികളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അനുസരിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. എന്നാൽ ഈ വെക്ടേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഒന്നിനെ സ്കെയിലാർ പ്രോഡക്റ്റ് എന്നും മറ്റൊന്നിനെ നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് എന്നുമാണ് പറയുക. ഓക്കെ, സ്കെയിലാർ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഡോട്ട് പ്രോഡക്റ്റ് എന്നും വെക്ടർ പ്രോഡക്റ്റിനെ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയും. രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് എന്നും, എന്നാൽ രണ്ട് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ വീണ്ടും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് പ്രോഡക്റ്റ് അഥവാ വെക്ടർ പ്രോഡക്റ്റ് എന്നും പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് നോക്കാം. നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും, അവർക്കിടയിലുള്ള ഇൻക്ലിനേഷൻ തീറ്റയുമാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഇവിടെ ഉണ്ടെന്ന് കരുതുക. ഇത് വെക്ടർ എ, മറ്റൊന്ന് വെക്ടർ ബി, അവർക്കിടയിലുള്ള ഇൻക്ലിനേഷൻ തീറ്റയാണെന്ന് കരുതുക. ഇവരുടെ മാഗ്നിറ്റ്യൂഡുകൾ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. അങ്ങനെയെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നുള്ള ഫോർമാറ്റിലാണ്. വെക്ടർ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, ഈ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്താവും? 90 ഡിഗ്രി ആവില്ലേ? ഇഫ് വെക്ടർ എ പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി, തീറ്റ 90 ഡിഗ്രി ആവും. അപ്പൊ cos 90 0 ആയി പോകും. ഡോട്ട് പ്രോഡക്റ്റ് എന്തായി മാറും? 0 ആയിട്ട് മാറണം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് ഈ വെക്ടേഴ്സിന്റെ കമ്പോണന്റ് ഫോമിലാണ് തരുന്നതെങ്കിൽ നമുക്കറിയാം, ഒരു വെക്ടറിനെ നമുക്ക് കമ്പോണന്റ് ഫോമിലാക്കി മാറ്റാം, അല്ലെങ്കിൽ വെക്ടറിനെ റിസോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടർ പ്ലെയിനിലാണെങ്കിൽ അതിനെ രണ്ട് കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാം, രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റുകളായി സ്പ്ലിറ്റ് ചെയ്യാം. ഇനി അതേസമയം ഈ വെക്ടർ ഒരു സ്പേസിൽ ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പേസിൽ നിൽക്കുന്ന ഒരു വെക്ടർ ആണെങ്കിൽ അതിനെ മൂന്ന് കമ്പോണന്റുകളായി നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ വെക്ടർ റെസൊല്യൂഷൻ കൂടി നമുക്ക് നോക്കാം. പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഒരു വെക്ടർ എ ഉണ്ടെന്ന് കരുതുക. ആ വെക്ടറിനെ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റുകളായി റിസോൾവ് ചെയ്താൽ ഒരാളെ നമുക്ക് എക്സ് കമ്പോണന്റ് എ എക്സ് എന്നും ഇതിനെ വൈ കമ്പോണന്റ് എ വൈ എന്നും പറയാം. ഇവിടെ മേക്ക് ചെയ്യപ്പെടുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ എ എക്സിനെ എ കോസ് തീറ്റ എന്നും ഇതിനെ നമുക്ക് എ സൈൻ തീറ്റ എന്നും പറയാം. അപ്പൊ ഇത് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, വൈ ഡയറക്ഷൻ ആയതുകൊണ്ട് ജെ ക്യാപ്പ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നോർമലി 3 ഡയമെൻഷണൽ സ്പേസിൽ ലൈ ചെയ്യുന്ന ഒരു വെക്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ മൂന്ന് കമ്പോണന്റുകൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് ആൻഡ് എ ഇസെഡ് കെ ക്യാപ്പ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഒരു വെക്ടർ ലൈ ചെയ്യുന്ന സ്പേസിലാണെങ്കിൽ അയാൾക്ക് മൂന്ന് കമ്പോണന്റുകൾ ഉണ്ടാകും. അതായത് ആ വെക്ടറിനെ നമുക്ക് മൂന്ന് ഡയറക്ഷനുകളിലേക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നിനെ എക്സ് കമ്പോണന്റ് എന്നും ഒന്നിനെ വൈ കമ്പോണന്റ് എന്നും മറ്റൊന്നിനെ ഇസെഡ് കമ്പോണന്റ് എന്നും പറയാം.
ഇനി പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കമ്പോണന്റ് ഫോമിൽ തന്നാൽ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. കമ്പോണന്റ് ഫോമിൽ നമുക്ക് തരുന്നു വെക്ടർ A is equal to AXI plus AYJ plus AZK. അതുപോലെ വെക്ടർ B equal to BXI plus BYJ plus BZK. അപ്പോൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? വെക്ടർ A dot B ഇവരുടെ കറസ്പോണ്ടിങ് കമ്പോണന്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ആഡ് ചെയ്യണം. അപ്പോൾ ഇത് AX BX plus J കമ്പോണന്റുകളുടെ പ്രോഡക്റ്റ് AY BY plus AZ BZ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുക. കറസ്പോണ്ടിങ് കമ്പോണന്റുകളുടെ പ്രോഡക്റ്റ് എടുക്കുക, അവരെ പരസ്പരം ആഡ് ചെയ്യുക. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് അതിന്റെ മാഗ്നിറ്റ്യൂഡും ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ഫോർമുല AB cos θ. ഇനി അതല്ല, രണ്ട് വെക്ടേഴ്സ് തരുന്നത് അവരുടെ കമ്പോണന്റ് ഫോമിലാണെങ്കിൽ കറസ്പോണ്ടിങ് കമ്പോണന്റുകളുടെ പ്രോഡക്റ്റുകളുടെ സമ്മാണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രോബ്ലംസും ചെയ്തതാണ്. അപ്പൊ നിങ്ങളത് റിവൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടി അവിടുന്ന് ചെയ്യണം. ക്രോസ് പ്രോഡക്റ്റ് അഥവാ വെക്ടർ പ്രോഡക്റ്റ്. രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ക്വാണ്ടിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് പ്രോഡക്റ്റ് എന്നാണ് പറയുക. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. എന്താണ് അതിന്റെ ഫോർമുല? AB sin θ അല്ലേ? നോക്കൂ, രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിരിക്കുന്നു, വെക്ടർ A ആൻഡ് വെക്ടർ B. അവർക്കിടയിൽ ആംഗിൾ തീറ്റയും ആണെങ്കിൽ A ക്രോസ് B നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? A ക്രോസ് B എന്ന് പറയുന്നത് AB sin θ into n cap ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഈ n ക്യാപ്പിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ A ആൻഡ് B ആയിരിക്കും. ഇനി ഇതിനെ കമ്പോണന്റ് ഫോമിലാണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. കമ്പോണന്റ് ഫോമിലാണ് തരുന്നതെങ്കിൽ അതായത് വെക്ടർ A is equal to AXI plus AYJ plus AZK. അതുപോലെ വെക്ടർ B equal to BXI plus BYJ plus BZK. ഇങ്ങനെ തന്നിട്ട് A ക്രോസ് B കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? ഡിറ്റർമിനന്റ് I J K. ഇനി അവരുടെ കമ്പോണന്റുകൾ, ആദ്യത്തെ വെക്ടർ A ആയതുകൊണ്ട് A യുടെ I കമ്പോണന്റ്, അതുപോലെ A യുടെ J കമ്പോണന്റ്, A യുടെ Z അല്ലെങ്കിൽ K കമ്പോണന്റ്, അതുപോലെ രണ്ടാമത്തെ വെക്ടറിന്റെ കമ്പോണന്റ്സ് BX BY BZ. ഈ ഡിറ്റർമിനന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇനി അതിന്റെ ഡയറക്ഷൻ ആണെങ്കിലോ, ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് അല്ലെ? A ക്രോസ് B യുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മുടെ ഈ 4 ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ സ്ട്രെച്ച്ഡ് തമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ. അപ്പൊ തീർച്ചയായും A ക്രോസ് B എന്ന് പറയുന്ന ഈ വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇനി നോക്കൂ, ഈ രണ്ട് വെക്ടേഴ്സ് എയും ബിയും പാരലൽ ആയിരുന്നുവെങ്കിൽ, ഇഫ് വെക്ടർ A is parallel to വെക്ടർ B, theta is equal to എന്തായി പോവും? 0 ഡിഗ്രി ആവുകയും അപ്പൊ AB sin theta എന്ന് പറയുന്നത് 0 ആവുകയും ചെയ്യും. അതായത് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആയാൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആയാൽ ക്രോസ് പ്രോഡക്റ്റ് 0. അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, A ക്രോസ് B എന്ന് പറയുന്നത് B ക്രോസ് A ക്ക് തുല്യമാണോ? അല്ല, പകരം മൈനസ് B ക്രോസ് A ക്ക് തുല്യമാണ്, ആന്റി കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഈ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓർത്തിരിക്കണം. റിലേറ്റീവ് വെലോസിറ്റി. ഒരു ബോഡിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി, അതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ ഈ റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാലോ. വെലോസിറ്റികൾ രണ്ട് വെക്ടേഴ്സ് ആയിട്ട് തന്നിരിക്കുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഓഫ് A യിൽ നിന്ന് വെലോസിറ്റി ഓഫ് B നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്നു വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് A യിൽ നിന്ന് വെലോസിറ്റി ഓഫ് B എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. വെക്ടർ സബ്ട്രാക്ഷൻ നമുക്കറിയാം, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഒരു ഉദാഹരണത്തിന് വെലോസിറ്റി ഓഫ് A is equal to 2i plus 3j ആണെന്ന് കരുതുക. വെലോസിറ്റി ഓഫ് B is equal to I minus 2j ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? A യിൽ നിന്ന് VB മൈനസ് ചെയ്യണം.
അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ 2i മൈനസ് i 3 മൈനസ് 2 എത്രയാവുന്നു പ്ലസ് 5j. അപ്പോൾ 1i പ്ലസ് 5j. ഇതായിരിക്കും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇതുപോലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഓഫ് ബിയിൽ നിന്ന് വെലോസിറ്റി ഓഫ് എ നമ്മൾ മൈനസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ടോപ്പിക് ഇതാണ്, റെയിൻ മാൻ പ്രോബ്ലം. അതായത് റെയിൻ ഇങ്ങനെ ഇത്ര വെലോസിറ്റി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിൻഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അയാളുടെ മഴയുടെ റിലേറ്റീവ് വെലോസിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ അംബ്രല്ല പിടിക്കേണ്ട ഡയറക്ഷൻ എങ്ങോട്ടാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് റെയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളത് മുകളിൽ നിന്ന് താഴേക്ക്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്നുള്ള ഒരു സെൻസിൽ നമ്മൾ അതിനെ മാർക്ക് ചെയ്യും. ഇനി അതുപോലെ ഒരാൾ നടന്നു പോകുന്നു, ഈസ്റ്റ് ടു വെസ്റ്റ് എന്നോ വെസ്റ്റ് ടു ഈസ്റ്റ് എന്നോ ഒക്കെ പറഞ്ഞിരിക്കാം. അതിന് നമ്മളൊരു ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന് റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് റെയിനിന്റെ വെലോസിറ്റി മാർക്ക് ചെയ്യും. ഇനി പറയുന്നത് ഒരാൾ വാക്ക് ചെയ്തു പോകുന്നു, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നു, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത്. അയാൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ചെയ്താൽ മതി. അപ്പൊ വെലോസിറ്റി ഓഫ് റെയിനിൽ നിന്ന് എങ്ങനെ മാന്റെ വെലോസിറ്റി കുറയ്ക്കാം? വെലോസിറ്റി ഓഫ് റെയിനോടൊപ്പം മൈനസ് vm ആഡ് ചെയ്താൽ മതി എന്നല്ലേ നമ്മൾ പഠിച്ചത്. വെക്ടർ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് അഡീഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് vm ഇങ്ങോട്ടാണെങ്കിൽ മൈനസ് vm അതേ മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും അല്ലേ. അപ്പൊ ഇതാണ് മൈനസ് vm എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ റൂൾ ഏതാ? പാരലോഗ്രാം റൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി ഇങ്ങോട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ റെയിൻ ഫോൾ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടോ ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ അംബ്രല്ല പിടിക്കേണ്ട ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടോ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡയറക്ഷൻ ഈ ട്രയാംഗിളിൽ നിന്ന് ടാൻ തീറ്റ ഇക്വേഷൻ എന്തായിരുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് വെലോസിറ്റി ഓഫ് മാൻ തന്നെയാണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് റെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് തീറ്റ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ടാൻ ഇൻവേഴ്സ് ഓഫ് vm ഡിവൈഡഡ് ബൈ vr. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് എന്തൊക്കെ ചോദിക്കാനാണ്? ഒന്ന് റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, മറ്റൊന്ന് അവിടുത്തെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ അംബ്രല്ല പിടിക്കേണ്ട ഡയറക്ഷൻ എങ്ങനെയാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ച ശേഷം നമ്മൾ അതിനെ ഒരു ഡയഗ്രാം ആക്കി മാറ്റുക. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ഇനി അവിടുത്തെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള പോയിന്റ് കൂടി ഓർത്തിരിക്കണം. റിവർ ബോട്ട് പ്രോബ്ലം. നമ്മുടെ മോഷന്റെ പ്ലെയിനിൽ ഈ റെയിൻ മാൻ പ്രോബ്ലം ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ റിവർ ബോട്ട് പ്രോബ്ലം. അപ്പൊ റിവർ ബോട്ട് പ്രോബ്ലത്തിൽ നമ്മൾ രണ്ട് കണ്ടീഷനുകൾ പഠിച്ചിട്ടുണ്ട്. അപ്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുന്നത്, ഡൗൺ സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ റിവറിന്റെ വെലോസിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക. ഡൗൺ സ്ട്രീമിലേക്കാണ് നമ്മൾ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റിവറിന്റെ വെലോസിറ്റിയോടൊപ്പമാണ് നമ്മൾ ട്രാവൽ ചെയ്യുക. അപ്പൊ നമ്മുടെ സ്പീഡ് കൂടും. അപ്പോൾ അപ്സ്ട്രീമിലേക്കാണെങ്കിൽ സ്പീഡ് കുറയും. ആ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ക്രോസ് ചെയ്യണം. മറ്റൊന്ന് ഷോർട്ടസ്റ്റ് ടൈമിൽ ക്രോസ് ചെയ്യണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ അപ്സ്ട്രീമിലേക്ക് നമ്മുടെ ബോട്ട് ഓടിക്കണം. അപ്പൊ എങ്ങനെയായിരുന്നു? ഇത് നമ്മുടെ റിവർ ആണ്. നമുക്ക് എ എന്ന ബാങ്കിൽ നിന്ന് ബി എന്ന ബാങ്കിലേക്കാണ് പോകേണ്ടത്. റിവറിന്റെ വെലോസിറ്റി ഇതാ ഇങ്ങോട്ടുണ്ട്, വെലോസിറ്റി ഓഫ് റിവർ താഴേക്ക്. അപ്പൊ നമ്മൾ ബോട്ട് എങ്ങോട്ടാണ് ഓടിക്കേണ്ടത്? അപ്സ്ട്രീമിലേക്കാണ് ഓടിക്കേണ്ടത്. റിവർ പോകുന്നത് താഴേക്കാണ്. അപ്പൊ റിവറിന്റെ വെലോസിറ്റിയും നമ്മുടെ ബോട്ടിന്റെ വെലോസിറ്റിയും കൂടി ചേരുമ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി ഇതാ ഈ ഡയറക്ഷനിലാവുകയും ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ക്രോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, തീറ്റ. ഇവിടെ നമ്മൾ തീറ്റ എങ്ങനെയാ പറഞ്ഞത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് vr ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് vb. അപ്പൊ തീറ്റ അപ്സ്ട്രീമിലേക്ക് നമ്മുടെ ബോട്ട് എത്ര ഡിഗ്രിയാണ് ചരിയേണ്ടത്? തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് vr ബൈ vb. അതുപോലെ നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി ഇതാണ് ബോട്ടിന്റെ വെലോസിറ്റി. റിവറിന്റെ വെലോസിറ്റി കൂടി കിട്ടുമ്പോൾ ഇയാളുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് തിരിയുന്നു. അപ്പൊ നമ്മുടെ ഈ റിസൾട്ടന്റ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഈ ട്രയാംഗിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇത് നമുക്ക് എന്താ വരിക? റൂട്ട് ഓഫ് vb സ്ക്വയർ മൈനസ് vr സ്ക്വയർ. അപ്പൊ
അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് അത് VB² മൈനസ് VR² ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലാണ് ക്രോസ് ചെയ്യേണ്ടതെങ്കിൽ ബോട്ട് എങ്ങോട്ടാണ് റോ ചെയ്യേണ്ടത്? അത് അപ്സ്ട്രീമിലേക്കാണ്. എത്ര ഡിഗ്രി? sin ഇൻവേഴ്സ് VR/VB എന്ന് പറയുന്ന ആംഗിൾ ആണ് നമ്മൾ മുകളിലേക്ക് ഓടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി എത്രയായിട്ട് മാറുമെന്ന് ചോദിച്ചാൽ അത് റൂട്ട് ഓഫ് VB² മൈനസ് VR² ആയിരിക്കും. നമുക്ക് റിവറിനെ ക്രോസ് ചെയ്യേണ്ടത് ഷോർട്ടസ്റ്റ് ടൈമിലാണെങ്കിലോ? ഷോർട്ടസ്റ്റ് ടൈമിലാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ബോട്ട് റോ ചെയ്യേണ്ടത്? ഡൗൺ സ്ട്രീമിലേക്കാണ്. അപ്പൊ നമുക്ക് A എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് B എന്ന ബാങ്കിലേക്ക് ഷോർട്ടസ്റ്റ് ടൈമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്തണം. ഇങ്ങോട്ടാണ് റിവർ ഫ്ലോ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മൾ നേരെ ബോട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഓടിച്ചാൽ മതി. നമ്മൾ ഇങ്ങോട്ട് ബോട്ട് ഓടിക്കുമ്പോൾ വെലോസിറ്റി ഓഫ് ബോട്ട് ഇങ്ങോട്ടാണെങ്കിൽ റിവറിന്റെ വെലോസിറ്റി കൂടി കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ റിവറിന്റെ വെലോസിറ്റി ഇവിടെ ചേരുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയോ എത്തിച്ചേരും. സി എന്ന ഒരു പോയിന്റിൽ നമ്മൾ എത്തിച്ചേരും. അപ്പൊ ഇവിടെ നിന്ന് എത്ര ഡിഗ്രിയാണ് നമ്മൾ ചരിഞ്ഞു പോയതെന്ന് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എടുത്താൽ മതി. Tan theta is equal to opposite side VR divided by the adjacent side VB. So theta is equal to tan inverse of VR/VB. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്പീഡോ ഡിസ്റ്റൻസോ ഒക്കെ ചോദിച്ചാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ അവർ ചോദിക്കുന്ന ഏത് കാര്യവും നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ എത്ര ഡിഗ്രിയാണ് നമ്മൾ ഡൗൺ സ്ട്രീമിലേക്ക് ടിൽറ്റ് ചെയ്യപ്പെടുക എന്ന് ചോദിച്ചാൽ അത് tan inverse of VR/VB ആയിരിക്കും. ഒരു ബോഡിയെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ കൊടുത്ത് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ടാണ് ആ ബോഡി പിന്നീട് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അത്തരം ബോഡികളെ പ്രൊജക്ടൈൽ എന്ന് പറയാം. അപ്പൊ ഈ പ്രൊജക്ടൈലിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സർഫസുമായി മേക്ക് ചെയ്ത് ചരിച്ചാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്നും അല്ലെങ്കിൽ ഒബ്ലീക്ക് പ്രൊജക്ടൈൽ എന്ന് പറയാം. ഇനി ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടലി ആണ് നമ്മൾ അതിനെ ഫയർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ബോഡിയെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് പിന്നീട് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊജക്ടൈൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പേര് ഇതാണ്, പ്രൊജക്ടൈൽ. അപ്പൊ ബോഡി ഇത് ഇവിടെ ഗ്രൗണ്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ ഫയർ ചെയ്തു. അപ്പൊ ഇങ്ങനെ പോകുന്ന ബോഡി ഇതാണ് നമ്മൾ ഇവിടുത്തെ വെലോസിറ്റി V, ഗ്രൗണ്ടുമായി മേക്ക് ചെയ്ത ആംഗിൾ തീറ്റയാണ്. അപ്പൊ അയാൾ എത്തിച്ചേർന്ന മാക്സിമം ഡിസ്റ്റൻസ് Oയിൽ നിന്ന് നമ്മൾ പ്രൊജക്ട് ചെയ്തു. അത് A എന്ന പോയിന്റിലൂടെ Bയിൽ എത്തിച്ചേർന്നു. അപ്പൊ O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് റേഞ്ച് അഥവാ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഇവിടെ ഈ ഗ്രൗണ്ട് മുതൽ A വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിനെ Hmax അഥവാ മാക്സിമം ഹൈറ്റ് എന്ന് നമ്മൾ പറയാം. ഇവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്ത വെലോസിറ്റി V ആണ്. ആ V എന്ന വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായി റിസോൾവ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും. ഈ ആംഗിൾ തീറ്റയാണ്, ഇൻക്ലിനേഷൻ തീറ്റയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വെലോസിറ്റി V cos തീറ്റ, വെർട്ടിക്കൽ വെലോസിറ്റി V sin തീറ്റ. ഇതും നമുക്കറിയാം. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഏത് വെലോസിറ്റിക്കാണ് വേരിയേഷൻ ഉണ്ടാവുക? വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയി മാറുമെന്നും ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പോയിന്റുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയ V cos തീറ്റ അഥവാ വെലോസിറ്റി അലോങ് x ആക്സിസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വേരി ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് Vy ആയ നമ്മുടെ V sin തീറ്റ കമ്പോണന്റ് ഇല്ലേ, ഈ കമ്പോണന്റ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് A ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ Vx എന്ന് പറയുന്നത് V cos തീറ്റയും Vy എന്ന് പറയുന്നത് 0 ആയി മാറുകയും ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയി മാറും, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഹാസ് വെലോസിറ്റി അലോങ് ദിസ് x ഡയറക്ഷൻ. അതുപോലെ ആക്സിലറേഷൻ കൊണ്ട് എങ്ങോട്ടാ? താഴേക്ക് തന്നെ ഉണ്ടാകും. അതുപോലെ B എന്ന പോയിന്റിൽ എത്തിച്ചേരുമ്പോഴോ അവിടെ അപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റിന് മാറ്റമില്ല, V cos തീറ്റ തന്നെ. വെർട്ടിക്കൽ കമ്പോണന്റ് വീണ്ടും ഇൻക്രീസ് ചെയ്ത് V sin തീറ്റയായി മാറും. ശരിയല്ലേ? അപ്പോൾ അറ്റ് O എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി V cos തീറ്റ ആൻഡ് V sin തീറ്റ. Aയിൽ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമില്ല, വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയി മാറുന്നു. Bയിൽ എത്തുമ്പോഴും ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമില്ല, വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത ടേമുകളാണ് റേഞ്ച്, അതുപോലെ തന്നെ ഹൈറ്റ് h. റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഒരു ബോഡിയെ പ്രൊജക്ട് ചെയ്ത വെലോസിറ്റി V യും ഇൻക്ലിനേഷൻ തീറ്റയും ആണെങ്കിൽ റേഞ്ച് V² sin 2 theta divided by g. അതുപോലെ ഹൈറ്റിന്റെ ഇക്വേഷൻ V² sin² theta by 2g. അതുപോലെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ 2v sin theta by g. എന്തായിരുന്നു ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്?
പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലം മുതൽ ഇത് വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലം വരെ ഇയാൾ പറന്ന് നടന്ന സമയം, ആ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. അതുപോലെ r/h θ തമ്മിൽ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചല്ലോ. റിലേഷൻ ഇങ്ങനെ r tan θ is equal to 4h. പ്രധാനപ്പെട്ട ഫോർമുല പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. r tan θ equal to 4h. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ഇക്വേഷനുകളുടെ ഒക്കെ ഡെറിവേഷൻ ചോദിക്കും. ഈ പ്രൊജക്ടൈലിന്റെ പാത്ത് എന്തായിരുന്നു? പ്രൊജക്ടൈലിന്റെ പാത്തിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ട്രാജക്ടറി. ആ ട്രാജക്ടറിയുടെ ഷേപ്പ് പരാബോളയായിരുന്നു. അത് പരാബോളയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ലാസ്റ്റ് എന്തായിരുന്നു? y is equal to px minus qx². സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ പരാബോളിക് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് ആയ p ആരായിരുന്നു? p എന്ന് പറയുന്നത് tan വാല്യൂ ആണ്. ആരുടെ? ആംഗിൾ ഓഫ് പ്രൊജക്ഷന്റെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന കാര്യങ്ങൾ, ഈ ഓരോ പോയിന്റുകളിലെയും വെലോസിറ്റിയെ കുറിച്ച് ചോദിക്കാം. കൈനറ്റിക് എനർജിയെ കുറിച്ച് ചോദിച്ചാൽ ½ mv² എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. മൊമെന്റത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ m × v. പക്ഷെ അവിടെ ഡയറക്ഷൻ കൂടി നോക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി എല്ലാ പോയിന്റുകളിലും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അത് വേരി ചെയ്യില്ല. പിന്നെ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവുന്ന ഇവിടെ മാത്രം വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം. കാരണം വെർട്ടിക്കൽ വെലോസിറ്റിക്ക് മാത്രമേ വേരിയേഷൻ ഉള്ളൂ. അതുപോലെ ഈ ട്രാജക്ടറിയിൽ എവിടെയാണ് വെലോസിറ്റി മിനിമം ആവുക എന്ന് ചോദിച്ചാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ലാതായ പോയിന്റ് എവിടെയാണ്? എയിലാണ്. അപ്പൊ എയിൽ എത്തുമ്പോഴായിരിക്കും വെലോസിറ്റി മിനിമം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാം. അപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ ഇതാണ് v² sin2 θ/g. മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ v² sin2 θ/2g. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിൽ 2v sin θ/g. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് ഓയിൽ നിന്ന് എയിലേക്ക് എത്തുന്നു. അപ്പൊ അവിടെ വരെ എത്താൻ വേണ്ട ടൈം ഓഫ് അസെൻഡ്. അവിടെ നിന്ന് താഴേക്ക് എത്താൻ വേണ്ട ടൈം ഓഫ് ഡിസെൻഡ്. അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം ഓഫ് അസെൻഡ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ് ആണ്. റേഷ്യോ 1:1 ആയിരിക്കും. ഇക്വേഷൻ v sin θ/g. ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ v sin θ/g. അത് തന്നെയാണ് ടൈം ഓഫ് ഡിസെൻഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെലോസിറ്റി, മൊമെന്റം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാം. ഇനി ഇവരുടെ ഡെറിവേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറയാം. പ്രൊജക്ടൈലിന്റെ പാത്ത് അഥവാ ട്രാജക്ടറി പരാബോളിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഒരു പ്രൊജക്ടൈലിലെ ട്രാജക്ടറിയുടെ ഇക്വേഷൻ തന്നിട്ട് ഇൻക്ലിനേഷൻ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഓർക്കുക എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് tan θ. അവിടെ നമുക്ക് വേണമെങ്കിൽ θ ഒക്കെ കണ്ടെത്താനും സാധിക്കും. സർക്കുലർ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ ആണ് ഈ സർക്കുലർ മോഷൻ. ഒരു ബോഡി സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്താൽ നമ്മൾ അതിനെ സർക്കുലർ മോഷൻ എന്ന് പറയും. അങ്ങനെ സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. എന്നാൽ യൂണിഫോം സർക്കുലർ മോഷനിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനാൽ ആ ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യപ്പെടുകയും ഒരു ആക്സിലറേഷൻ ഉണ്ടാവുകയും ചെയ്യും. ആ ആക്സിലറേഷനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ് വിളിക്കുക. അതിന്റെ ഡയറക്ഷൻ എപ്പോഴും ടുവേർഡ്സ് ദ സെന്റർ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കുലർ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ റേഡിയസ് r ആണെങ്കിൽ അതിലൂടെ ഒരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്നു ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇതാ ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ ബിയിലെത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും, ടാൻജൻഷ്യൽ. അപ്പൊ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായല്ലേ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് θ ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്താൽ ആൻസർ 2v sin θ/2. ഇതായിരിക്കും വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച്. ഈ വെലോസിറ്റിയുടെ ചേഞ്ച് വഴി അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായി. ആക്സിലറേഷൻ എപ്പോഴും ടുവേർഡ്സ് ദ സെന്റർ ആണ്. അതിനെ നമ്മൾ വിളിച്ച പേര് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? v²/r എന്നായിരുന്നു. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ v²/r. ഇനി സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ടേമുകൾ ഏതൊക്കെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഡിഫറൻഷിയേറ്റ് ചെയ്യണം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ. ആംഗുലാർ ആക്സിലറേഷൻ കിട്ടാൻ ആംഗുലാർ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ ന്യൂട്ടന്റെ ഇക്വേഷനുകളെല്ലാം നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യും. നമ്മുടെ v = u + at ക്ക് പകരം ഇക്വേഷൻ എന്തായിരുന്നു? ωt = ω0 + α t. v = u + at അതേ ഫോർമാറ്റ്. അടുത്തത് s = നമ്മുടെ ut + ½ at² ഫോർമാറ്റിൽ ഇക്വേഷൻ. അടുത്തത്
v square minus u square equal to 2as. അപ്പോൾ നമ്മുടെ ന്യൂട്ടന്റെ മൂന്ന് ഇക്വേഷനുകൾ നമുക്ക് സർക്കുലർ മോഷനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ ലീനിയർ മോഷനിലെയും റൊട്ടേഷണൽ ഈ സർക്കുലർ മോഷനിലെയും ടേമുകളെ പരസ്പരം നമ്മൾ റിലേറ്റ് ചെയ്തു. എങ്ങനെ? ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും. എന്തായിരുന്നു റിലേഷൻ? v is equal to r omega. അതുപോലെ ലീനിയർ ആക്സിലറേഷൻ a is equal to ആരായിരുന്നു? r alpha. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സിലറേഷൻ ഉണ്ടാകാൻ കാരണം വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് വഴിയാണ്. അവിടുത്തെ വെലോസിറ്റിയുടെ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ 2v sin θ/2. അങ്ങനെ ഉണ്ടാകുന്ന ആക്സിലറേഷന്റെ പേര് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ v square by r. ഇവിടെ വേണമെങ്കിൽ v ക്ക് പകരം നമുക്ക് r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പോൾ ഇത് r സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ r അല്ലേ? സോ ഇക്വേഷൻ r ഒമേഗ സ്ക്വയർ ഇങ്ങനെയും പറയാം. ഇനി റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി, ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ഇനി നമുക്ക് ന്യൂട്ടന്റെ സാധാരണ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഇനി തീറ്റ ഒമേഗയ്ക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരുന്നാൽ നമുക്ക് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗയും ആൽഫയും നമുക്ക് റെസ്പെക്റ്റീവായി കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നിന്റെയും ഡെറിവേഷനുകൾ നമ്മൾ എഴുതി പഠിക്കണം. അതോടൊപ്പം കൂടുതൽ പ്രോബ്ലംസും സോൾവ് ചെയ്യണം.